എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു സ്പെഷ്യൽ ഇഡ്ഡലിയാണ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ 1.5 ഗ്ലാസ് പച്ചരി എടുത്ത് കുതിർക്കാൻ വെക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ഗ്ലാസ് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായി കഴുകിയെടുക്കാം. അപ്പോൾ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 6 മണിക്കൂർ നമ്മൾ സാധാരണ ഇഡ്ഡലിയൊക്കെ അരക്കുന്നത് പോലെ തന്നെ കുതിർക്കാൻ വെക്കാം. അപ്പോൾ ഇത് വൈകുന്നേരമായി. ഞാൻ രാവിലെയാണ് അരി കുതിർക്കാൻ വെച്ചത്. ഇനി കുറച്ച് പച്ച ചക്കച്ചുള എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ കുതിർത്ത അരി നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ അരി ഉഴുന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ സാധാരണ ഇഡ്ഡലിക്ക് അരക്കുന്നത് പോലെ തന്നെ അത്യാവശ്യം വെള്ളം മാത്രം ചേർത്തിട്ട് അരച്ചെടുക്കാം. ഒരുപാട് ലൂസാകാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തു വെച്ച ഈ പച്ച ചക്ക ചുള ഇതുപോലെ മുറിച്ച് കഷ്ണങ്ങളാക്കി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് പിന്നെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കൊരു വിസ്ക് വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ സാധാരണ തന്നെ ഇഡ്ഡലിക്ക് അരക്കുന്നത് പോലെ വൈകുന്നേരം അരച്ച് വെച്ച് പിറ്റേ ദിവസം രാവിലെയാണ് ചുട്ടെടുക്കുന്നത്. ഒരു 8 മണിക്കൂറൊക്കെ ഒന്ന് പുളിക്കാൻ വേണ്ടി വെച്ചാൽ മതി. പിന്നെ ഞാനിത് ഉപ്പൊന്നും ചേർക്കാതെയാണ് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് വെക്കുന്നത്. ഇതിപ്പോൾ നല്ല കൺസിസ്റ്റൻസി, ഇഡ്ഡലിയുടെ മാവിൻ്റെ അതേ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രം വെച്ച് മൂടി വെക്കാം. ഇന്നിപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ഏകദേശം ഒരു 6 മണിയേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതാ കാണുന്നില്ലേ നിങ്ങൾ. ഇനി നമുക്കിതിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ കയ്യിൽ കൊണ്ട് നമ്മളിത് എടുക്കുന്ന സമയം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ സാധാരണ ഉഴുന്ന് ചേർത്താൽ ഇതുപോലെ പൊങ്ങി വരില്ല. നമ്മളതിൻ്റെ കൂടെ ചോറോ അങ്ങനെയൊക്കെ ചേർക്കുന്നുണ്ട്. പക്ഷേ ഈ ചക്ക ചേർത്ത് നോക്കുമ്പോൾ നന്നായി പൊങ്ങി വന്ന് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു ഇഡ്ഡലി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉപ്പ് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇഡ്ഡലി തട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരല്പം വെളിച്ചെണ്ണ തൂവിക്കൊടുത്താണ് ഇഡ്ഡലി ചുട്ടെടുക്കുന്നത്. വേഗം വിട്ട് വരാൻ വേണ്ടിയാണ്. ഇപ്പോൾ ചൂടായി തിളച്ച് വന്ന ഇഡ്ഡലി തട്ടിലേക്ക് നമുക്ക് ഇഡ്ഡലി കോരി ഒഴിച്ച് കൊടുത്തിട്ട് മാവ് കോരി ഒഴിച്ച് ഇഡ്ഡലി ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റും ആണ്, നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. പിന്നെ ചക്കയൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് കഴിക്കാൻ അത്ര ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ട് വരാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലി നന്നായി വെന്ത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് സാധാരണ നമ്മൾ ഇഡ്ഡലി ഇളക്കിയെടുക്കുന്ന പോലെ തന്നെ ഇളക്കിയെടുത്ത മതിയാകും. പിന്നെ ഇത് സാമ്പാറിൻ്റെ കൂടെയോ അല്ലെ ചിക്കൻ കറിയോ അതുപോലെ തക്കാളി ചട്നിയോ ഏതിൻ്റെ കൂടെയും കഴിക്കാം. ഇതാ കാണുന്നില്ലേ, ഞാൻ ഇഡ്ഡലി എടുത്ത് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ട് ഇത് നല്ല സോഫ്റ്റാണ്. അപ്പോൾ ചക്ക ഉണ്ടെങ്കിൽ എല്ലാവരും തയ്യാറാക്കി നോക്കണം. താങ്ക് യു. ബൈ ബൈ.